എല്ലാവർക്കും ബഷീർ ദിന ക്വിസിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ഏത്? ഉത്തരം 1908. രണ്ടാമത്തെ ചോദ്യം, ബഷീറിന്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. മൂന്നാമത്തെ ചോദ്യം, ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം? ഉത്തരം പത്മശ്രീ അവാർഡ്. 1982 ഈ അവാർഡ് ലഭിക്കുന്നത്. നാലാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏത്? ഉത്തരം പ്രേമലേഖനം. 1942 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അടുത്ത ചോദ്യം, ബഷീറിന് ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം? ഉത്തരം 1930 കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ആണ് വൈക്കം മുഹമ്മദ് ബഷീർ ജയിലിൽ പോകുന്നത്. ആറാമത്തെ ചോദ്യം, ബഷീറിന്റെ ഭാര്യയുടെ പേര്? ഉത്തരം ഫാബി ബഷീർ. ഏഴാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും ഇത് ആരുടെ ഗ്രന്ഥമാണ്? ഉത്തരം EM അഷ്റഫ്. എട്ടാമത്തെ ചോദ്യം, 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി? ഉത്തരം ബാലാമണിയമ്മ. ഒമ്പതാമത്തെ ചോദ്യം, മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ആര്? ഉത്തരം മമ്മൂട്ടി. പത്താമത്തെ ചോദ്യം, ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം? ഉത്തരം ഭാർഗവീ നിലയം. 11ാമത്തെ ചോദ്യം, മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. 12ാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ്? ഉത്തരം ബേപ്പൂർ സുൽത്താൻ. 13ാമത്തെ ചോദ്യം, ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തതാര്? ഉത്തരം P. ഭാസ്കരൻ. 14ാമത്തെ ചോദ്യം, ബഷീറിന്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത്? ഫാബി ബഷീർ. ബഷീറിന്റെ ഭാര്യയാണ് ഇത് എഴുതിയത്. 15ാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാതാപിതാക്കളുടെ പേര്? ഉത്തരം കായി അബ്ദുറഹ്മാൻ പിതാവിന്റെ പേര്, മാതാവിന്റെ പേര് കുഞ്ഞാത്തുമ്മ. 16ാമത്തെ ചോദ്യം, ബഷീറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം? ഉത്തരം 1981. 17ാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എപ്പോഴാണ്? ഉത്തരം 1994 ജൂലൈ 5. 18ാമത്തെ ചോദ്യം, മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. 19ാമത്തെ ചോദ്യം, മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏത്? ഉത്തരം ബാല്യകാല സഖി. 20ാമത്തെ ചോദ്യം, വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നുമാണ്? ഉത്തരം ന്റുപ്പാപ്പാക്കൊരാനണ്ടാർന്നു. 21ാമത്തെ ചോദ്യം, തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ? ഉത്തരം പാത്തുമ്മയുടെ ആട്. 22ാമത്തെ ചോദ്യം, ബഷീറിന്റെ ഏത് കൃതിക്കാണ്
പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. 23-ാമത്തെ ചോദ്യം. ബഷീർ ഒരു നാടകം രചിച്ചിട്ടുണ്ട്. ഏതാണ് ആ നാടകം? ഉത്തരം കഥാബീജം. 24-ാമത്തെ ചോദ്യം. ആത്മകഥാപരമായ ബഷീർ കൃതി? ഉത്തരം ഓർമ്മയുടെ അറകൾ. 25-ാമത്തെ ചോദ്യം. ചോദ്യോത്തരങ്ങളായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി? ഉത്തരം നേരും നുണയും. 26-ാമത്തെ ചോദ്യം. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ ഹാസ്യനടൻ പത്മദലാക്ഷൻ പ്രസിദ്ധനായ പേര്? ഉത്തരം കുതിരവട്ടം പപ്പു. 27-ാമത്തെ ചോദ്യം. തൻ്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ഒരു ഗ്രന്ഥം ബഷീർ രചിച്ചിട്ടുണ്ട്. ആരാണത്? ഉത്തരം MP പോൾ. 28-ാമത്തെ ചോദ്യം. ഒന്നും ഒന്നും ഇമ്മിണി വല്യൊന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ്? ഉത്തരം ബാല്യകാലസഖി. 29-ാമത്തെ ചോദ്യം. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. 30-ാമത്തെ ചോദ്യം. ബഷീറിന്റെ ഭാര്യ ഫാബിയുടെ യഥാർത്ഥ പേരെന്താണ്? ഉത്തരം ഫാത്തിമ ബീവി. 31-ാമത്തെ ചോദ്യം. ബഷീറിന്റെ തിരക്കഥയായ ഭാർഗവീ നിലയം ചലച്ചിത്ര സംവിധാനം ചെയ്തതാര്? ഉത്തരം A. വിൻസെന്റ്.